ക്യാമ്പസുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഹൈക്കോടതി നിരോധിച്ചു. ക്യാമ്പസുകൾക്കുള്ളിൽ രാത്രി 9-നു ശേഷം ആഘോഷങ്ങൾ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ആഘോഷങ്ങൾക്കിടെ വിദ്യാർത്ഥിനി അപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെട്ട 26 വിദ്യാർത്ഥികൾ ചേർന്ന് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിയിൽ ഇടപെടാനാവില്ലെന്ന് കോടതി പറഞ്ഞു. കാമ്പസിൽ വിദ്യാർത്ഥികൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കോടതി നിരോധിച്ചു. രാത്രി 9-ന് ശേഷം കോളേജ് കാമ്പസിനുള്ളിൽ ആഘോഷങ്ങൾ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. ആഘോഷങ്ങൾ നിർബന്ധമായും അധ്യാപകരുടെ സാന്നിധ്യത്തിലാവണമെന്നും ജസ്റ്റിസ് വി ചിദംബരേശൻ നിർദ്ദേശിച്ചു. കാമ്പസുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. കാമ്പസിനുള്ളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷാ ജീവനക്കാരെ ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോളേജിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ വാഹനങ്ങൾക്ക് വിലക്ക് ബാധകമായിരിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജാതി സംഘർഷത്തെ തുടർന്ന് ഹരിയാനയിൽ 4-അംഗ ദളിത് കുടുംബത്തെ സംഘപരിവാറുകാർ ജീവനോടെ തീ കൊളുത്തി. 2 കുഞ്ഞുങ്ങൾ വെന്തു മരിച്ചു. സംഭവസ്ഥലം സന്ദർശിക്കാനെത്തിയ BJP നേതാക്കളെ നാട്ടുകാർ തടഞ്ഞു. ഹരിയാനയിൽ ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിലെ ബല്ലഫ്ഗഡിലെ സൺപേഡിൽ പുലർച്ചെ 3:30-യോടെയായിരുന്നു സംഭവം. ഉറങ്ങിക്കിടന്നിരുന്ന കുടുംബത്തെ വിളിച്ചുണർത്തിയായിരുന്നു ആക്രമണം നടത്തിയത്. വീട്ടിൽ കടന്ന അക്രമികൾ കുടുംബത്തെ മർദ്ദിച്ച ശേഷമാണ് പെട്രോൾ ഒഴിച്ചു കത്തിച്ചത്. നാട്ടുകാർ തീകെടുത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ബല്ലഫ്ഗഡ് DCP ഭൂപീന്ദർ സിംഗ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു. സംഭവത്തിൽ അന്വേഷണം നടന്നുവരുന്നതായും അദ്ദേഹം അറിയിച്ചു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. കനത്ത മഴയെ തുടർന്ന് ദുരിതത്തിലായ അഭയാർത്ഥികൾക്ക് ആശ്വാസമായി ക്രൊയേഷ്യ അതിർത്തി തുറന്നുകൊടുത്തു. ദിവസങ്ങളോളം മുട്ടോളം വെള്ളത്തിലും ചെളിയിലും കഴിഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ യൂറോപ്പിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. മണ്ണും ചെളിയും പുരണ്ട് നനഞ്ഞു കുതിർന്ന സാധനങ്ങൾ ഉപേക്ഷിച്ചാണ് ഭൂരിഭാഗവും അതിർത്തി കടന്നത്. കനത്ത മഴയും മഞ്ഞിലും ശീതക്കാറ്റിലും മുട്ടോളം വെള്ളത്തിലുമാണ് ഇവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ അതിർത്തി തുറക്കുന്നതും പ്രതീക്ഷിച്ച് ഇരുന്നത്. ആരോഗ്യ പ്രവർത്തകർ ഇവർക്ക് പുതിയ വസ്ത്രങ്ങളും ഭക്ഷണവും നൽകുന്നുണ്ട്. സെർബിയൻ അതിർത്തിയിലൂടെയാണ് ആളുകൾ ക്രൊയേഷ്യയിലേക്ക് കടക്കുന്നത്. ഇവരെ ക്രൊയേഷ്യ തന്നെ ബസിൽ സ്ലൊവേനിയൻ അതിർത്തിയിലെത്തിക്കും. സ്ലൊവേനിയയിലൂടെ യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങളിലേക്ക് കടക്കാനാണ് ഇവരുടെ ശ്രമം. ക്രൊയേഷ്യയുമായുള്ള അതിർത്തി നേരത്തെ തന്നെ ഹംഗറി അടച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച വൈകിട്ടോടെ 5000-ലധികം പേർ രാജ്യത്തെത്തിയതായി സ്ലൊവേനിയ അറിയിച്ചു. ഇതിൽ 1000-ഓളം പേർ ഓസ്ട്രേലിയയിലെത്തി. ദിവസം 2500 അഭയാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്നാണ് സ്ലൊവേനിയയുടെ നിലപാട്. അപ്രതീക്ഷിതമായാണ് ക്രൊയേഷ്യ അതിർത്തി തുറന്നു നൽകിയത്. 3000-ലധികം അഭയാർത്ഥികൾ രാജ്യത്ത് അഭയം തേടിക്കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്. ഫേസ്ബുക്ക് പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിലാണെങ്കിൽ ആ വിവരം ഇനി ഫേസ്ബുക്ക് തന്നെ അറിയിക്കും. ഫേസ്ബുക്ക് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അലക്സ് ടാമോസ് ആണ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത്. സ്വകാര്യതയ്ക്കുമേലുള്ള കടന്നുകയറ്റം ഒഴിവാക്കി അക്കൗണ്ട് സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പ്രവർത്തനങ്ങൾ സർക്കാർ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മുന്നറിയിപ്പ് നൽകുന്ന ആപ്ലിക്കേഷനാണ് രൂപം നൽകിയിരിക്കുന്നത്. ഒരു പോപ്പപ്പ് ബോക്സ് വഴിയാകും ഫേസ്ബുക്ക് വിവരങ്ങൾ നൽകുക. അക്കൗണ്ടിന്റെയും വ്യക്തികളുടെയും സ്വകാര്യത കമ്പനിക്ക് വിലപ്പെട്ടതാണ്. സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റം നിരീക്ഷണ വിധേയമാക്കുകയും അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കുന്നതിനുമായാണ് കൂടുതൽ ഓപ്ഷനുകൾ നൽകുന്നതെന്ന് ഫേസ്ബുക്ക് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അലക്സ് ടാമോസ് അറിയിച്ചു. സർക്കാർ നിയന്ത്രണത്തിലുള്ള സൈബർ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് മുന്നറിയിപ്പ് നൽകുന്നത്. നിരീക്ഷണത്തിലുള്ള ഒരാൾ അയാൾ ഫേസ്ബുക്കിൽ തുടർന്നു വരുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള സൂചനയാണ് നൽകുക. അക്കൗണ്ട് സുരക്ഷയ്ക്കായി ബോക്സ് മെസ്സേജ്, മൊബൈൽ നമ്പറിലേക്ക് സുരക്ഷാ കോഡ് തുടങ്ങിയവ ഫേസ്ബുക്ക് അയക്കും. ഇന്നു മുതൽ ഈ സൗകര്യം പ്രാബല്യത്തിലായി കഴിഞ്ഞു. ഗൂഗിൾ നേരത്തെ മുതൽ ഈ നിരീക്ഷണ വിവരം മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. അമിത വണ്ണമുള്ളവർ അല്പമൊന്ന് പേടിക്കണം.
ഇവർക്ക് ക്യാൻസർ സാധ്യത കൂടുതലാണെന്നാണ് പുതിയ പഠനം. ഭാരം ക്രമീകരിക്കുന്നവരിൽ ക്യാൻസർ സാധ്യത കുറവാണെന്നും കണ്ടെത്തലുണ്ട്. 5 ലക്ഷത്തിലധികം പേരിൽ നടത്തിയ ഗവേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. അമിതവണ്ണമുള്ളവരെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചായിരുന്നു പഠനം. ക്യാൻസർ ബാധിതരായ ആളുകളെയും ഗവേഷണ വിധേയമാക്കിയിരുന്നു. ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലായ സ്ത്രീകളിൽ ഗർഭപാത്രത്തിലെ ക്യാൻസറിനാണ് സാധ്യത കൂടുതൽ. 62% അധികമാണ് ഗർഭപാത്ര അർബുദത്തിനുള്ള സാധ്യതകൾ. അമിതവണ്ണമുള്ളവരിൽ കിഡ്നി ക്യാൻസറിന് 25% സാധ്യതയുണ്ട്. അനങ്ങാതിരിക്കുമ്പോൾ ശരീരം ചില ഹോർമോണുകൾ അധികമായി ഉൽപ്പാദിപ്പിക്കും. ഇതും അർബുദത്തിന് കാരണമാകുമെന്ന് ബ്രിട്ടനിലെ ദേശീയ ആരോഗ്യ സേവന വിഭാഗം കൺസൾട്ടന്റ് സാലി നോട്ടൺ പറയുന്നു. ആർത്തവ വിരാമശേഷം അണ്ഡാശയത്തിലെ ഹോർമോൺ ഉൽപാദനം നിലയ്ക്കും. അധികമായി ശരീരത്തിലുള്ള കൊഴുപ്പ് കൂടുതൽ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കും. ഇത് അർബുദ രോഗത്തിനുള്ള സാധ്യത കൂട്ടുമെന്നും സാലി നോട്ടൺ പറയുന്നു. അമിത ഈസ്ട്രജൻ ഉൽപാദനം സ്തനാർബുദ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, പ്രതിരോധ മരുന്നുകൾ ഉദ്ദേശിച്ച ഫലം നൽകുകയുമില്ല. അമിതവണ്ണമുള്ള പുരുഷന്മാരിൽ വൻകുടലിലെ അർബുദത്തിനാണ് സാധ്യത കൂടുതൽ. ആരോഗ്യ ജേണലായ ലാൻസെറ്റിലാണ് പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണെങ്കിലും ദാഹജലം കിട്ടാതെ വലയുകയാണ് തൃശൂർ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഇടിയഞ്ചിറ ഗ്രാമവാസികൾ. 150ഓളം വരുന്ന പട്ടികജാതി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയിലുമാണ്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഇടിയഞ്ചിറ കോളനിയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ഏകമാർഗം പൊതുടാപ്പായിരുന്നു. 150ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന ടാപ്പുകളിൽ വെള്ളം എത്തിയിട്ട് 1 വർഷമാകുന്നു. കായലോരത്ത് ഓരുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. സമീപ പ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ലാത്തതിനാൽ വഞ്ചിയിൽ മറുകര താണ്ടിയാണ് ഇവർ വെള്ളം ശേഖരിക്കുന്നത്. വെങ്കടങ്ങ് പഞ്ചായത്തിൽ നിന്ന് തുള്ളി വെള്ളം കിട്ടണില്ല. ഞങ്ങൾ ഈ വഞ്ചിക്ക് ഇനി വെള്ളം കൊണ്ടുവന്നിട്ട് ഈ കുടിക്കുന്നത്. ഈ കാറ്റും മഴയും വെയിലും ഇതൊക്കെ ആയിട്ടും ഞങ്ങൾക്ക് ഈ വഞ്ചിക്ക് വെള്ളം കൊണ്ടുവരണത്. ചിലപ്പോൾ വഞ്ചി മുങ്ങിപ്പോവും ഈ കാറ്റോളത്തിന്. പഞ്ചായത്തിലെ UDF ഭരണസമിതി കുടിവെള്ള ടാങ്ക് കെട്ടി തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയെങ്കിലും ജലവിതരണം ആരംഭിച്ചില്ല. ഇല്ലായ്മകൾക്കിടയിലും പണം നൽകി ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് കോളനിവാസികൾ കഴിഞ്ഞു പോകുന്നത്. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ശുദ്ധജലക്ഷാമം തന്നെയാണ് വെങ്കിടങ്ങ് ഗ്രാമവാസികൾക്കിടയിൽ ചർച്ചയാവുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലയാള സിനിമയിലെ ഹിറ്റ് ജോഡി സിദ്ദിഖും ലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കിങ് ലിയറിന്റെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചു. ദിലീപ് നായകനാകുന്ന ചിത്രത്തിന്റെ സംവിധാനം ലാലും, തിരക്കഥ രചിച്ചിരിക്കുന്നത് സിദ്ദിഖുമാണ്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും വീണ്ടും കൈകോർക്കുന്നത്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് സിദ്ദിഖ് ലാൽ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ദിലീപ് നായകനാകുന്ന കിങ് ലിയർ എന്ന ചിത്രത്തിലൂടെ. കിങ് ലിയറിന്റെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചു. ഞങ്ങളുടെ ആദ്യ പടത്തിനും നിമിത്തമായത് ഔസേപ്പച്ചനായിരുന്നു. ഇപ്പോഴും ഒരു പടം നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യണമെന്നൊരു നിമിത്തം പോലെ പറഞ്ഞുകൊണ്ട് വന്ന ഔസേപ്പച്ചനാണ്. ആദ്യ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു പഴയ മാനസികാവസ്ഥയിലേക്ക് എത്താൻ പറ്റി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. സിദ്ദിഖ് ലാൽ ചിത്രത്തിന് വേണ്ട ചേരുവകളെല്ലാം കിങ് ലിയറിലുണ്ടെന്ന് ദിലീപ്. വെറും ഹാസ്യം മാത്രമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു കെട്ടുറപ്പുള്ള ഒരു കഥയും ഭയങ്കരമായിട്ട് പെർഫോമൻസും തമാശകളും എല്ലാം നിറഞ്ഞൊരു സിനിമയാണ്. കിങ് ലിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും നുണയൻ രാജാവ് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഒരു സമയത്ത് നുണ പറഞ്ഞു പോകുന്നു. അതിനെ ബേസ് ചെയ്ത് പ്രേമത്തിൽ സെലിനായി വന്ന മഡോണയാണ് കിങ് ലിയറിലെ നായിക. ടെൻഷൻ, ഐ ട്രൈ ടു നോട്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പേടി വരുന്നതിന് മുമ്പ് ഞാനില്ല അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് വിചാരിക്കും. കൊച്ചിയിലും ദുബായിലുമായി ചിത്രീകരിക്കുന്ന കിങ് ലിയറിന്റെ നിർമ്മാണം ഔസേപ്പച്ചനാണ്. ദിലീപിനെയും മഡോണയും കൂടാതെ ലാൽ, സുരാജ്, സിദ്ദിഖ്, ആശാ ശരത്, KTS പടനേൽ, വിജയ് മേനോൻ, ശിവജി ഗുരുവായൂർ തുടങ്ങിയവർ കഥാപാത്രങ്ങളായി എത്തുന്നു. കിങ് ലിയറിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ആൽബി. ഹരിനാരായണന്റെ വരികൾക്ക് ദീപക് ദേവ് ഈണവും നൽകുന്നു. ചിത്രീകരണത്തിന് മുന്നോടിയായി കൊച്ചിയിൽ നടന്ന പൂജയിൽ എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യവും മലയാള സിനിമയിലെ പ്രമുഖരും പങ്കെടുത്തു. അലക്സ് റാം മുഹമ്മദ്, ന്യൂസ് ബ്യൂറോ, കൊച്ചി. നല്ല തിരക്കഥകൾ ഇല്ലാത്തതുകൊണ്ടാണ് മലയാള സിനിമയിൽ അഭിനയിക്കാത്തതെന്ന് നടി ശോഭന. തിരക്കഥകൾ ആവർത്തന വിരസത ഉണ്ടാക്കുന്നുവെന്നും ശോഭന തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശോഭന. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭന. ആവർത്തന സ്വഭാവമുള്ള തിരക്കഥയും കഥാപാത്രങ്ങളുമാണ് മലയാള സിനിമയിൽ. തിരക്കഥകളിൽ പുതുമയുള്ള വരികൾ പോലും ഇല്ല. Yes, because for films there is only, I think that for me
there was a point when I didn't find anything new coming to me. So I was reading the same scripts, I was saying the same lines. So at that time I found myself switching off, which is not a good thing for any artist. So at the same time when I got Vineet's film, Tira, that was very motivating. So for me it's only about that now. It's not about, trying to still keep doing something that I've been doing. For me, art is not a habit. വർഗീയ ഫാസിസ്റ്റ് സമീപനങ്ങളിൽ പ്രതിഷേധിച്ച് അവാർഡ് തിരിച്ചു നൽകാനില്ല. ദാദ്രി കൊലപാതകത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടില്ല. കൃഷ്ണ എന്ന പുതിയ നാടകാവിഷ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അത് പൂർത്തിയാകുന്നതുവരെ മറ്റു പരിപാടികളില്ലെന്നും ശോഭന പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.